മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോൻ, നയൻതാര, രേവതി, അങ്ങനെ അതിഗംഭീര കാസ്റ്റ് അടുത്തെങ്ങും ഇല്ല. മമ്മൂട്ടി, മോഹൻലാൽ 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളതിനകത്ത് മമ്മൂട്ടി ലാസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ മമ്മൂട്ടി വളരെ വ്യക്തമായിട്ട് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, നായകനാണോ ഹീറോ ആണോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ ഇതിനകത്ത് ഗംഭീര ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിൽ ഒരു ഗംഭീര ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്തത്. ഒരു നല്ല ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് മോഹൻലാൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നായകൻ ഞാനാണെന്നല്ല, അതിനകത്തെ കഥയാണ് യഥാർത്ഥത്തിൽ നല്ല ഗംഭീര ഒരു കണ്ടന്റ് ഉള്ളൊരു കഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മമ്മൂട്ടി അല്ല ഹീറോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം അതിനകത്ത് ഹീറോയിസം ഉള്ള കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളുള്ള സ്പേസ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫഹദ് ഫാസിലിനായാലും കുഞ്ചാക്കോവനും ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് തന്നെയാണ്. കണ്ടന്റ് ആണ് കിങ്. ഇതിനകത്തെ പേട്രിയോട്ടിനകത്തെ കണ്ടന്റ് ആണ്, അല്ലാതെ നായകന്മാരുടെ ഇതിൽ അടിപിടി ഉണ്ടാക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും മെയ് 1 ലോകമെമ്പാടും റിലീസ് ചെയ്യാണ്. പലയിടത്തും മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും കൂടെ ഒരുമിച്ചാണ് പേട്രിയോട്ട് കാണാൻ പോകുന്നത്. ഈ 2020 ഒക്കെ ഭയങ്കര മത്സരിച്ചൊക്കെ ഇരുന്ന് കാണുന്നതിന് പകരം ഇത് ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ ഇവർ രണ്ട് ഫാൻസായിട്ട് ഒരുമിച്ചിരുന്ന് പടം കാണുന്നു. എന്തായാലും പേട്രിയോട്ട് ഒരു വലിയ ഗംഭീര സംഭവമാകട്ടെ, മഹേഷ് നാരായണന്റെ ഗംഭീര ഒരു ചിത്രമാകട്ടെ. നല്ല ഡയറക്ടറാണ്, അദ്ദേഹം നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്താൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണന്റെ സംവിധാന മികവ് ഗംഭീരമാവുകയും, കാരണം താരങ്ങളെല്ലാം ഗംഭീരമാണ്. അതിൻ്റെ എഡിറ്റിംഗ് അദ്ദേഹം പുലിയാണ്. സുഷി ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പറായാൽ പേട്രിയോട്ട് ഒരു തരംഗം സൃഷ്ടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.